ആരെയും അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കില്ല. ഞാൻ തന്നെയാണ് വലിയ ആളാണ് എന്ന കോൺഫിഡൻസ് ഉള്ളവരാണ് പോരാടക്കാർ. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അഹങ്കാരമായൊക്കെ തോന്നിയേക്കാം. എന്തിൻ്റെയും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ അസാമാന്യമായിട്ടുള്ള കഴിവുള്ളവരാണ്. എന്നാൽ തൻ്റെ പോരായ്മകൾ അംഗീകരിച്ച് തരില്ല. വിമർശനങ്ങളെ എതിർക്കും. താൻ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെങ്കിലും ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ നല്ല കഴിവ് തന്നെ ആയിരിക്കും. ഉപദേശിക്കുന്നവരെ കണ്ണെടുത്താൽ കണ്ടൂടാ. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, അത്ര തന്നെ. എന്നെ ആരും നന്നാക്കാൻ വരണ്ട കേട്ടോ. ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പമാണ് എടുത്തുചാട്ടം. ആദ്യം ചെയ്യും, പിന്നെ ചിന്തിക്കും. ഏതൊരു കാര്യവും പറഞ്ഞ ശേഷം അല്ലെങ്കിൽ ചെയ്ത ശേഷം ആയിരിക്കും നല്ല ബുദ്ധി ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വല്ലാത്തൊരു അഭിനിവേശം ആയിരിക്കും അതിനോട്. അത് സ്വന്തമാക്കാതെ അടങ്ങില്ല. ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ ഏതു വഴിയും സ്വീകരിക്കും. അവിടെ നന്മ തിന്മകൾ നോക്കില്ല. സ്നേഹിക്കുന്നവരെ വല്ലാണ്ടങ്ങ് ചേർത്ത് പിടിക്കുന്ന സ്വഭാവമാണ്. അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ സംരക്ഷിക്കും. സൗഹൃദങ്ങൾ വല്ലാത്ത വീക്ക്നെസ്സാണ് ഇവർക്ക്. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി പലതും ചെയ്തിട്ട് അവസാനം പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്ന അവസരങ്ങൾ ഒട്ടും തന്നെ ജീവിതത്തിൽ കുറവല്ല. സ്വന്തവും ബന്ധവും കഴിഞ്ഞേ ഇവർക്കെന്തും ഉള്ളൂ. എന്ത് വില കൊടുത്തും പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടെ ജീവിക്കുന്ന പങ്കാളിക്ക് അത്യാവശ്യം ക്ഷമാശീലം ഉണ്ടായിരുന്നാൽ നന്നായിരിക്കും. അഭിമാനം പണയം വച്ച് മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കാൻ ഇവരെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിൽ പല പിണക്കങ്ങളെയും എതിരഭിപ്രായങ്ങളെയും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. ഉള്ളതുപോലെ തന്നെ അങ്ങോട്ട് പറയും. അതുകൊണ്ട് ശത്രുക്കളും ഉണ്ടായി വരും. മദ്യപാനം, പുകവലി തുടങ്ങിയ ദുർശീലങ്ങൾ ഈ നാളുകളിൽ ഭൂരിഭാഗം പേരിലും കാണാറുണ്ട്. അവ അമിതമാക്കാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാകും, അല്ലെങ്കിൽ സാഹചര്യവശാൽ ധാരാളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. വിദേശവാസം, അന്യദേശവാസം തുടങ്ങി കുടുംബത്തെ വിട്ടു നിൽക്കേണ്ട അവസ്ഥ പലപ്പോഴും നേരിടും. ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ അസാമാന്യമായിട്ടുള്ള സാമർഥ്യം ഉള്ളവരാണ്. ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ കഴിവുകേടിലുമൊക്കെ കുടുംബം ഭംഗിയാക്കി നോക്കാനുള്ള സാമർഥ്യം ഇവർക്ക് കാണാറുണ്ട്. എന്ത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പോരാട്ടത്തിൽ ജനിച്ചവരെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് തന്നെ ആർക്കും സാധിക്കില്ല. ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കൂ. നന്ദി.